നമസ്കാരം. നിതിൻ ഗഡ്കരി വീണ്ടും കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി ഒട്ടും രസത്തിലല്ല നിതിൻ ഗഡ്കരിയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ മോദി മന്ത്രിസഭയിലെ 2019 മോദി മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത, അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത ഒരു മന്ത്രിയായിട്ടാണ് മഹാരാഷ്ട്ര സ്വദേശിയായ നിതിൻ ജയറാം ഗഡ്കരി കണക്കാക്കപ്പെട്ടത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം റോഡുകൾ, വീതിയേറിയ റോഡുകൾ, വികസനത്തിലേക്കുള്ള പാതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈവേകൾ, ഫ്ലൈ ഓവറുകൾ, ഇന്ത്യയിലെ മുക്കിലും മൂലയിലും വീതിയേറിയ റോഡുകൾ പണിയാൻ, യാത്രാ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട്, സൗകര്യങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ഒരു വേള നരേന്ദ്രമോദി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഇദ്ദേഹം ചെയ്തു എന്ന് വരെ മാധ്യമങ്ങൾ വിലയിരുത്തുകയുണ്ടായി. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് നിതിൻ ഗഡ്കരിയോട് കുശുമ്പാണ്, അസൂയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നുവരെ രാഷ്ട്രീയ എതിരാളികളും ചില മാധ്യമങ്ങളും പറഞ്ഞു വെച്ചു. വീണ്ടും നിതിൻ ഗഡ്കരി മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗമാവുകയാണ്. കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പിൻ്റെയും ചുമതലയായിരുന്നു. ഇക്കുറി അദ്ദേഹത്തിന് ആ ചുമതല തന്നെ ലഭിക്കുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ച് വിജയിപ്പിച്ച മേഖല അതുതന്നെയാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന് ആ വകുപ്പ് തന്നെ കൊടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ക്യാബിനറ്റിൽ ഉണ്ടാകുന്നത് എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ BJPയെ ഏകോപിപ്പിക്കുന്നതിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിലൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടെ പ്രവർത്തിച്ച ആൾ കൂടിയാണ് നിതിൻ ഗഡ്കരി എന്ന നിതിൻ ജയറാം ഗഡ്കരി. അദ്ദേഹം തുടക്കത്തിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. തുടർന്ന് യുവമോർച്ചയിലൂടെ, അതുപോലെ പടിപടിയായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മുംബൈയിലൊക്കെ തന്നെ ശക്തമായ ഒരു സാന്നിധ്യമായി നിലകൊള്ളുകയായിരുന്നു. കൃത്യമായി പ്ലാനിങ്ങോടുകൂടി, പദ്ധതിയോടുകൂടി എല്ലാ കാര്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ, അത് രാഷ്ട്രീയമായാലും ശരി, മന്ത്രിസ്ഥാനമായാലും ശരി, അത് കൃത്യമായി ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ കഴിവാണ് കാട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്നു. ഇവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് ഗതാഗതത്തെക്കുറിച്ച് അദ്ദേഹം നിരവധി സെമിനാറുകളിൽ വിദേശ രാജ്യങ്ങളിലടക്കം പങ്കെടുക്കുകയും നമ്മുടെ ഭാരതത്തിൽ ഇത്രയും സങ്കീർണമായ സഞ്ചാര പ്രക്രിയ, നമ്മുടെ റോഡുകളും നമ്മുടെ പാതകളും ഒക്കെ തന്നെ അതിസങ്കീർണമാണ്. കാരണം നമുക്ക് ജനസംഖ്യ വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കേണ്ടി വരുന്നു ഇത്തരം റോഡുകളും ഒക്കെ തന്നെ പണിയാനായി. അതിനെയൊക്കെ കൃത്യമായി മറികടന്നുകൊണ്ട്, കൃത്യമായി അതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അത് വലിയ തോതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഹോരാത്രം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പുതിയ റോഡുകളെക്കുറിച്ചും പുതിയ ഫ്ലൈ ഓവറുകളെക്കുറിച്ചും പുതിയ പാലങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നിരവധി തവണ ഗവേഷണം നടത്തുകയും അതൊക്കെ പ്രാപ്തമാക്കുകയും ചെയ്ത ഒരു മന്ത്രി കൂടിയാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം മൂന്നാം മോദി സർക്കാരിലും മന്ത്രിയാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉപരിതല ഗതാഗതം തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് നല്ലത്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, കൂടുതൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അവയൊക്കെ പൂർത്തീകരിക്കുന്നതിന് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു വകുപ്പ് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട എല്ലാ പിന്തുണയും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിതിൻ ഗഡ്കരി പ്രകടിപ്പിച്ചത്. നിതിൻ ഗഡ്കരി തീർച്ചയായിട്ടും മന്ത്രിസഭയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകൾ അത് വിജയകരമായി ആ വകുപ്പുകളിലെ പദ്ധതികൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ കാര്യമാണ്. നിതിൻ ഗഡ്കരിയും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാവുകയാണ്.